ഇടത് ചെങ്കോട്ടയാണ് കാസർഗോഡ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം. പിണറായി സർക്കാരിന്റെ ഭരണം സംസ്ഥാനത്ത് വലിയ വികസനങ്ങൾ നടത്തിയെന്ന് വോട്ടർമാർ ശരിവയ്ക്കുന്നു. എന്നാൽ ഭരണമാറ്റത്തിന്റെ സാധ്യത വോട്ടർമാർ തള്ളുന്നില്ല. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരുടെ പ്രതികരണങ്ങൾ കാണാം. ഇടത് ചെങ്കോട്ടയാണ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം. മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാർ ഉൾപ്പെടെയുള്ള പ്രമുഖ CPM നേതാക്കളെ നിയമസഭയിലെത്തിച്ച മണ്ഡലം. പിണറായി സർക്കാർ 10 വർഷം പിന്നിടുമ്പോൾ ഈ ഭരണം തുടരുമോ മാറുമോ എന്ന ചോദ്യത്തോട് തൃക്കരിപ്പൂരിലെ വോട്ടർമാർ പ്രതികരിക്കുകയാണ്. കേൾക്കാം തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന്. ഈ ഭരണം തുടരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം വെച്ചാൽ ഈ പെൻഷൻ, ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞ ഒരു വലിയ ഉപകാരമാണ്. 2000 രൂപ മാസം കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇതിനു മുമ്പുള്ള സർക്കാർ അതുണ്ടായില്ല. ഞാനിപ്പോൾ തയ്യത്തൊഴിലാളിയുടെ ക്ഷേമ പെൻഷനാണ് വാങ്ങുന്നത്. അതുകൊണ്ടാണ് നേരിട്ട് പറയുന്നത്. അത് നമുക്കൊരു വലിയ ഉപകാരമാണ് 2000 രൂപ കിട്ടുന്നത്. മറ്റ് വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ചെറിയ പ്രവർത്തനമൊന്നുമല്ല, ഒരുപാട് വികസനം. ഞാൻ ചെറുവത്തൂരിൻ്റെ മാറ്റങ്ങൾ ഒരു ചെറിയ മാറ്റമൊന്നുമല്ല, വലിയ മാറ്റങ്ങളാണ്. ഇതെല്ലാം കൊണ്ടാണ് ഇപ്പം വയനാട് ദുരന്തം വേറെ ആയിരിക്കും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം ആയിരിക്കും ചെയ്യാൻ പറ്റുക. കോൺഗ്രസിൻ്റെ സർക്കാരാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്കൊന്നും ചെറിയ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതല്ലാണ്ട് ഇവർ നല്ല റിസ്ക് എടുത്തിട്ടാണ് ഈ പദ്ധതിയെല്ലാം ആവിഷ്കരിച്ചത്. ഇവിടെ തന്നെ ഒരു വലിയ മാറ്റമാണ്. ചെറിയ ഒരു വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് റോഡെല്ലാം വളരെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ സർക്കാർ ഇനിയും തുടരണം. ഇവർ മോശം പ്രവർത്തനങ്ങൾ വന്നാൽ നമുക്ക് അന്തരം വോട്ട് മാറ്റി കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ആരായാലും ഇത് തുടരട്ടെ എന്നാണ് നമ്മളെ ആഗ്രഹം. തുടരില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇവിടുത്തെ കാണുന്നില്ല, അയ്യപ്പൻ്റെ സ്വർണം കെട്ടു, പിന്നെ മൊത്തം വിലക്കയറ്റം എല്ലാം കൊണ്ടും അത് തുടരുന്ന മാതിരി തോന്നുന്നില്ല. വൻ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരും. ക്ഷേമ പെൻഷൻ അത് സാധാരണ കൊടുക്കുന്നതല്ല, അവരെ കയ്യിൽ നിന്ന് കൊടുക്കുന്നതല്ലോ. അത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടല്ലേ. ഭരണത്തിന് ആകെ പാളിച്ചകളുണ്ട്, ഒരുപാട് പാളിച്ചകളുണ്ട്. അതുകൊണ്ട് ഒരു 100 സീറ്റിലധികത്തോടെ ഭൂരിപക്ഷത്തോടു കൂടി UDF അധികാരത്തിൽ വരും. മാറണം തന്നെ ഒരു ചിന്താഗതി വേണ്ടത് അല്ലേ ജനങ്ങൾക്ക്. നമുക്കായാലും ഒരു മാറ്റം വേണമല്ലോ പൊതുവായിട്ട്. അല്ല ഇവർ ഭരിച്ച് ഇത്രയാക്കി, ഞാൻ മറ്റവർ ഭരിക്കുമ്പോൾ എന്താ നമുക്ക് നോക്കാം. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവർക്കൊന്നും മാറ്റം വരുത്തണം. ഈ ഭരണം തുടരുമോ മാറുമോ? ഈ ഭരണം അല്ലേ തരുന്നതിനെ പറയുന്നു. ഞങ്ങളിപ്പോൾ എന്താ പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, തുറന്ന് പോകുന്നാണ് പറയുന്നു. പെൻഷൻ കിട്ടുന്നുണ്ട്, അത് മുടങ്ങാതെ കിട്ടുന്നുണ്ട്. ഭരണം തുടരണമെന്നാണ് നമ്മളെ അഭിപ്രായം. നല്ല ഭരണമാണ്. എല്ലാ രംഗത്തും പൊതുവെ ഉള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. വീണ്ടും ഒരു 5 കൊല്ലം കൂടി വരണം. ഈ ഭരണം തുടരണമല്ലോ വേണ്ട. ഈ ഭരണം ഇനി ഇങ്ങനത്തെ ഒരു ഭരണം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഈ ഭരണം തന്നെ വേണ്ടത്. എന്തോ ഇത് എന്ന് വെച്ചാൽ പെൻഷനെല്ലാം കൂട്ടി ഈ പാവപ്പെട്ടവർക്കെല്ലാം നല്ല നല്ല ആനുകൂല്യങ്ങളും കാര്യങ്ങളെല്ലാം ഈ സർക്കാരിൻ്റെ വകയുണ്ടായത്. കുഴപ്പമില്ല. നമ്മളെ പിണറായി സർക്കാരിന് പിന്നെയും വരണം തന്നെ, 3ാം ഭരണം കൂടെ വരണം തന്നെ എൻ്റെ ആഗ്രഹം. സർക്കാരിനെ കുറിച്ചിട്ട് അഭിപ്രായം എന്ന് വെച്ചാൽ സർക്കാർ മൊത്തത്തിൽ മോശമല്ല, പക്ഷേങ്കിൽ അതിൻ്റെ കുറച്ച് ആൾക്കാരിൽ നിന്ന് കുറച്ച് തെറ്റുകൾ ഇത് വന്നിട്ടുണ്ട്. അത് ശബരിമലയിലത്തെ സ്വർണത്തിൻ്റെ പ്രശ്നം, അതുപോലെ ശബരിമല പ്രശ്നം, ഇതാണ് ആൾക്കാരുടെ ഇടയിൽ കൂടുതൽ അറിയപ്പെടുന്നത്. മറ്റെന്ത് വലിയ ഇത് നടന്നാൽ അത്ര അറിയപ്പെടില്ല. ഇതാണ് മെയിനായിട്ട് നമ്മളെ എല്ലാ സമുദായത്തിൻ്റെ ഇടയിൽ തന്നെ വലിയൊരു ഇതായിട്ട് ഫോൾട്ടായിട്ട് നെഗറ്റീവായിട്ട് കാണുന്നത്. മീഡിയ വഴിയും എല്ലാം വരുന്നത് ആൾക്കാർ ഇടതുപക്ഷം വരാൻ ചാൻസ് കുറവെന്നാണ് അറിയപ്പെടുന്നത്. ചിലപ്പോൾ ഇത് മാറാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്കൂട്ടൽ വരുന്നത്. കാരണം പൊതുവെ 10 കൊല്ലമായി ഭരിക്കുന്നത്. അതുകൊണ്ട് പൊതുവെ ജനങ്ങൾക്കൊരിത് കാണുന്നുണ്ട്. അതിൽ പോലെ വികസനത്തിൽ മോശമൊന്നുമല്ല, മറ്റു രീതിയിൽ കുറച്ച് ജനങ്ങൾക്കൊരു മടുപ്പ്.